നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 5 ആണ്. എന്താണ് ചാപ്റ്റർ 5? ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് √2, √3 ഒക്കെയാണ് നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ്. അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷനും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തുന്നത്. ഇപ്പൊ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഇതിന്റെ എല്ലാ സൈഡും എന്താണ് ഞാൻ ഈക്വൽ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഞാനൊരു 2 സെന്റിമീറ്റർ ആക്കി എടുത്തു, അല്ലെങ്കിൽ 2 മീറ്റർ ആക്കി എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരച്ചു. അതിന്റെ ലെങ്ത് ഞാൻ എന്ത് ചെയ്തു, √3 മീറ്റർ. ഒന്നിലേക്ക് നമുക്ക് അങ്ങനെ എഴുതിയിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാം, ഒരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, √3ന്റെ വാല്യൂ കണ്ടെത്താം. ഇവിടെ ഞാൻ √3ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഹെഡിങ് എന്താണ്, ഏരിയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ അതേപോലെ എഴുതി √3 ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ √3 ആണ്. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് √3 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. √3 മീറ്റർ സ്ക്വയർ. ഞാൻ ഈ 2 സെന്റിമീറ്റർ മാറ്റി നമ്മൾ ഇനി ജനറലി പറയാൻ വേണ്ടിയിട്ട് ആ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ ഞാൻ ഒഴിവാക്കി അവിടെ എന്ത് കൊടുക്കാണ്, ഒരു സെന്റിമീറ്റർ ആക്കി കൊടുക്കും. ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്ര വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ √3/2 മീറ്റർ. ഞാൻ ഹൈറ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, എന്നാൽ പഠിച്ചു വെക്കുക. അപ്പൊ √3/2 മീറ്റർ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ തമ്മിൽ ഈക്വൽ ആയി. ഈ ട്രയാങ്കിൾ ഒരു പേര് പറയും, എന്തായിരുന്നു, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, √3/2 സൈഡ് എന്ന് പറയാം. ഇവിടെ സൈഡിന് എടുത്തു. അപ്പൊ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നമ്മുടെ ഏരിയ കാണാൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ 1/2 ബേസ് എന്ന് പറഞ്ഞാൽ ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ √3/2 ആണ്. 2 ഇൻറ്റു 2 4 അപ്പൊ √3/4 ഇൻറ്റു സ്ക്വയർ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈഡ് ആണ്. അപ്പൊ സൈഡ് ഹോൾ സ്ക്വയർ. അപ്പൊ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ √3/2 മീറ്റർ. പകരം ഞാൻ സൈഡ് ആക്കി. അപ്പൊ നമുക്ക് ഈ താഴെ എഴുതി വെക്കുക, ഹൈറ്റ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു √3/2 ഇൻറ്റു സൈഡ്. അതേപോലെ ഏരിയ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. അപ്പൊ നമ്മുടെ ഹൈറ്റും കണ്ടെത്തി, ഏരിയയും കണ്ടെത്തി. ഇനി നമുക്ക് എല്ലാ ട്രയാങ്കിളും ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അതിന് പകരം നമ്മളൊരു ഇക്വേഷൻ കണ്ടെത്തിയാലോ, ഹൈറ്റ് ഒഴികെ ബാക്കി സൈഡുകൾ തമ്മിലുള്ള ഒരു ഇക്വേഷൻ കണ്ടെത്തിയാലോ, അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ താഴെ if the length of the sides of a triangle A and B are V type. അപ്പൊ എയും ബിയും സി എന്താണ്, ആ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ്. അപ്പോ ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് എ ബി സി. അങ്ങനെയാണെങ്കിൽ എസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. then area of a triangle is root of s into s minus a into s minus b into s minus c. അപ്പൊ ഏരിയ കണ്ടെടുക്കാൻ ഇക്വേഷൻ ആണ് പറഞ്ഞത്. എന്താണ്, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതൊരു ഗ്രീക്ക് മാത്തമാറ്റിക്സിനാണ് കണ്ടെത്തിയത്. അപ്പൊ ഗ്രീക്ക് മാത്തമാറ്റിക്സിനാണ്. ആളെ പേര് ഹെറോൺ എന്നാണ് പേര്. അപ്പൊ ഹെറോൺ ഫോർമുല എന്നും അറിയപ്പെടാറുണ്ട് ഈ ഇക്വേഷന്. ഓർത്ത് വെക്കുക, ഹെറോൺ ഫോർമുല എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറഞ്ഞാൽ ആരാണ്, 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പോ 6th സെഞ്ചുറിയിൽ കണ്ടെത്തിയ ഇക്വേഷൻ, ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയതാണ്. അപ്പൊ ഗ്രീക്ക് മാത്തമാറ്റിക്ഷ്യൻ ആണ് ഹെറോണ്. അപ്പൊ ഹെറോൺ ഫോർമുല എന്നറിയപ്പെടുന്നത് ഈ ഇക്വേഷൻ ആണ്. ഇവിടെ എന്തില്ല, ഹൈറ്റുമായിട്ടില്ല, ഓൺലി സൈഡുമായിട്ടാണ് നമ്മൾ നോക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ 8, 3, 7. അപ്പൊ എ ഈക്വൽ ടു 8, ബി ഈക്വൽ ടു 3, സി ഈക്വൽ ടു ഞാൻ 7 എടുത്തു. ഇനി എസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പൊ 1/2 ഇൻറ്റു എ എത്ര? 8, ബി എത്ര? 3, സി എത്ര? 7 ഈക്വൽ ടു 1/2. 3 plus 7, 10. 10 plus 8 എത്ര? 18. 18/2 എത്ര കിട്ടി? 9 ആണ്. നമുക്ക് ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയാം. എന്താണ്? അല്ല, ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. അപ്പൊ എസ് എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? 9 ആണ്. എ എന്ന് പറഞ്ഞാൽ 8, ബി എന്ന് പറഞ്ഞാൽ 3, സി എന്ന് പറഞ്ഞാൽ 7. നേരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ 9 minus 8, 9 minus 3, 9 minus 7. ഇതിനൊക്കെ അടുത്ത് ആരാണ്? റൂട്ടിന്റെ അകത്താണ് ഇതൊക്കെ. ഈക്വൽ ടു 9 minus 8, 1, 9 minus 3, 6, 9 minus 7, 2. റൂട്ടിന്റെ അകത്ത് ഇട്ടു. നമുക്കറിയാം റൂട്ട് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ, രണ്ട് പേര് ഒരാളാക്കാണ് റൂട്ട്. അപ്പൊ 9ന്റെ റൂട്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതേപോലെ എഴുതി. 6നെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി? 2 into 3 into 2 ആക്കി. ഓക്കെ, അപ്പൊ 6നെ 3 into അല്ലെങ്കിൽ 3 into 2 ആക്കാം, അല്ലെങ്കിൽ 2 into 3 ആക്കാം. അപ്പൊ ഇവിടെ നോക്കേണ്ടതാണ്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഒരുമിച്ച് എഴുതാം. അപ്പൊ 9നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് കൊടുത്താൽ 3. ഇവിടെ 2 ഉണ്ട്, 2, രണ്ട് 2 ഉണ്ടെങ്കിൽ അതിനെ ഒരു 2 ആക്കി ഇട്ടു. ബാക്കി ആരോ ഉള്ളു ഇവിടെ അല്ലെ വരുന്നത്? അല്ലെ, 3 മാത്രമേ ഉള്ളൂ. അപ്പൊ റൂട്ട് 3. അപ്പൊ 3 into 2 എത്ര കിട്ടി? 6 root 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത്? ഇതിന്റെ ഏരിയ. ഇവിടെ ശ്രദ്ധിക്കണ്ടേ, 9ന്റെ റൂട്ട് 3 ആണ്. ഈ 2ഉം ഈ 2 രണ്ട് 2നെ ഒരു 2 ആക്കി, ബാക്കി റിമൈനിങ് 3 മാത്രമേ ഉള്ളൂ. അത് റൂട്ട് 3യിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 96ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ each of the length below calculate the area of an equilateral triangle with that as length of the side 10 cm, 5 cm, root 3 cm. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്രയാണ്? 10 cm. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 cm. അങ്ങനെ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? അല്ലെ, റൂട്ട് 3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. അപ്പൊ റൂട്ട് 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സൈഡ് ഇവിടെ എത്രയാണ്? 10 സ്ക്വയർ. അപ്പൊ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. 100 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. അപ്പൊ 25 റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നു? ഇതിന്റെ ഏരിയ ആയി വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 5. അപ്പൊ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൂട്ട് 3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3/4 ഇൻറ്റു സൈഡ് എത്രയാണ്? 5 സ്ക്വയർ. അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/4 റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഞാൻ അതിന് ഒരുമിച്ച് ഇങ്ങനെ ആക്കിയെന്നുള്ളൂ. അപ്പൊ 25/4 റൂട്ട് 3 സ്ക്വയർ ആണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തെന്താണ്? റൂട്ട് 3 ആണ് അല്ലെ. അപ്പൊ സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു റൂട്ട് 3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3/4 ഇൻറ്റു സൈഡ് എത്ര? റൂട്ട് 3 സ്ക്വയർ. നമുക്കറിയാം റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ബൈ ഡിനോമിനേറ്റർ 4, 3 സെന്റിമീറ്റർ സ്ക്വയർ. റൂട്ട് 3ന്റെ സ്ക്വയർ 3, പിന്നെ ഈ റൂട്ട് 3 ആണ് ഇവിടെ റൂട്ട് 3. അപ്പൊ 3/4 റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? ഏരിയ വന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ വിത്ത് ലെങ്ത് ഓഫ് ദി സൈഡ്സ് 6 cm. അപ്പൊ റെഗുലർ ഹെക്സഗൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റെഗുലർ ഹെക്സഗൺ എല്ലാ സൈഡ്സുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഡയഗണൽ വരച്ചു.
ഇങ്ങോട്ട് ഡയഗണൽ വരച്ചു, ഇങ്ങോട്ട് ഡയഗണൽ വരച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡയഗണൽ ഒക്കെ വരച്ചു. അപ്പൊ ഇങ്ങനെ ഡയഗണൽ വരച്ചപ്പോ ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്ത്, ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്ത്, ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്ത്, ഇവിടെ ട്രയാങ്കിൾ, ഇവിടെ ഒക്കെ ട്രയാങ്കിൾ ഫോം. എത്ര ട്രയാങ്കിൾ ഫോം ചെയ്തു ഒന്ന് നോക്കിയേക്ക്. 1 2 3 4 5. അപ്പൊ 6 ട്രയാങ്കിൾ ഫോം ചെയ്തു. നമുക്കറിയാം ഈ വരക്കുന്ന ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇവിടെ നിന്നുള്ള ഈ ലെങ്ത്തും ഇവിടെ നിന്നുള്ള ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇവിടുത്തെ ലെങ്ത്തും ഇവിടുത്തെ ലെങ്ത്തും. അപ്പൊ ഈ 6 ട്രയാങ്കിളും ആര് ട്രയാങ്കിൾ ആയി മാറും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി വരും. ഓക്കെ, അപ്പൊ ഈ 6 ട്രയാങ്കിളും എന്തായി മാറും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി മാറും. അപ്പൊ ഇതിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് 6 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മള് റെഗുലർ ഹെക്സഗന്റെ ഏരിയകൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഇക്വേഷൻ. അപ്പൊ ഞാൻ സൈഡ് എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? 6 സെന്റിമീറ്റർ. അപ്പൊ ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈക്വൽ ടു 6 into ഏരിയ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ? √3/4 into സൈഡ് സ്ക്വയർ. 6 into √3/4. സൈഡ് ഇവിടെ എത്ര? 6 ആണ്. 6 സ്ക്വയർ. അപ്പൊ 6 സ്ക്വയർ എന്ന് എത്രയാണ് നമുക്ക് അറിയാം. എത്രയാണ് 6 സ്ക്വയർ? 36. 36 into 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 216 divided by 4 √3 ആണ്. 216 divided by 4 എത്രയാണ് ചെയ്ത് കഴിഞ്ഞാൽ 54 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത്? ഈ റെഗുലർ ഹെക്സഗന്റെ ഏരിയ. ഇവിടെ നോക്കുക, സൈഡ് 6 ആണ്, 6 സ്ക്വയർ ആണ് 36. 36 into 6 എന്നാണ് 216. പിന്നെ ഈ ഡിവൈഡഡ് ബൈ 4 ഇട്ടു. ഇതിന് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 54. അപ്പൊ ഇറഗുലർ ഹെക്സഗന്റെ ഏരിയ കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് 12 സെന്റിമീറ്റർ. അപ്പോ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. നമുക്കറിയാം ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? √3/2 into സൈഡ് ആണ്. അപ്പൊ ഹൈറ്റ് എത്ര കിട്ടിയിരിക്കണേ? 12. 12 ഈക്വൽ ടു √3/2 into സൈഡ്. ഈ 2നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ബാക്കി ആരുള്ളൂ? √3 into സൈഡ് ഈക്വൽ ടു 12 into 2. 12 into 2 എത്ര? 24. അപ്പൊ √3 into സൈഡ് ഈക്വൽ ടു 24. അപ്പൊ എന്ത് പറയാം നമുക്ക് അല്ലെ? സൈഡ് ഈക്വൽ ടു 24 divided by √3. ഞാൻ ഒന്നുകൂടി മാറ്റി ചെയ്താണ് 24 into 1/√3. നമുക്കറിയാം 1/√a എന്ന് പറഞ്ഞാൽ √a divided by a ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 24 into √3/3. 24നെ 3 കൊണ്ട് ഡിവിഷൻ നടത്തി. ദാറ്റ് ഈസ് 8√3 ആണ് നമ്മളെ സൈഡ് ആയിട്ട് വന്നത്. അപ്പോ ഒരു അല്ലെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞപ്പോ എത്ര കിട്ടി? 8√3 ആണ് സെന്റിമീറ്റർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് പെരിമീറ്ററും ഏരിയയും കാണാൻ പറഞ്ഞു. അപ്പൊ അല്ലെ പെരിമീറ്റർ ഓഫ് എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 into സൈഡ് ആണ് ഈക്വൽ ടു 3 into സൈഡ് എത്ര? 8√3. 8 into 3 എത്രയാണ്? 24. √3 സെന്റിമീറ്റർ ആണ് ആര് വന്നു? പെരിമീറ്റർ. ഇനി അടുത്തെന്താ നമ്മുടെ ഇതിലെ ഏരിയ കാണാൻ പറഞ്ഞു. അപ്പൊ ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ √3/4 into സൈഡ് സ്ക്വയർ ആണ്. അപ്പൊ √3/4 സൈഡ് എത്രയാണ്? 8√3 സ്ക്വയർ ആണ് ഈക്വൽ ടു √3/4. 8ന്റെ സ്ക്വയർ 64. പിന്നെ √3ന്റെ സ്ക്വയർ 3. 64 divided by 4 എന്ന് പറഞ്ഞാൽ ആരാണ്? 16 ആണ്. into 3. 16 into 3 that is 48. √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നു? ഏരിയ ഓഫ് എ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അല്ലെ? അപ്പൊ പെരിമീറ്റർ കണ്ടെത്തി, ഏരിയയും കണ്ടെത്തി. ഇനി അടുത്ത നമ്മളെ ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? Calculate the perimeter and the area of a regular hexagon with the distance between parallel sides are 6 centimeter. അപ്പൊ റെഗുലർ ഹെക്സഗൺ ഉണ്ട്.
ഇതിന്റെ പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തും ആണ് പാരലൽ സൈഡ്സ്. അതിന്റെ ഇത്രയും വരുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. അപ്പൊ അത്രയും 6. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ മുതൽ ഇതിയുടെ ലെങ്ത് എത്ര ആയിരിക്കും? ഈ 6ന്റെ ഹാഫ് ആയിരിക്കും. അതേപോലെ 3 ആവൂലേ? 6 ഹാഫ് 3. ഇതേപോലെ ഇതുമായി മാറും. അപ്പൊ ഇതെന്തായി മാറി? ഒരു റെഗുലർ അല്ലെ, അല്ലെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയി മാറി അല്ലെ. അപ്പൊ എന്ത് ചെയ്താ നമുക്ക് അല്ലെ? ഹൈറ്റ് ഓഫ് an equilateral triangle equal to 6/2 equal to 3 centimeter. അപ്പൊ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു നമ്മള് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ? √3/2 into സൈഡ്. അപ്പൊ ഇവിടെ 3 ഈക്വൽ ടു അല്ലെ, ഹൈറ്റ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര? 3 ആണ്. ആ 3 ഇട്ടു. √3/2 into സൈഡ്. ഈ 2 അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ √3 into സൈഡ് ഈക്വൽ ടു എന്ത് വരും? 3 into 2. 3 into 2 എത്ര? 6 അല്ലെ. അപ്പൊ എന്തായിട്ട്? √3 into സൈഡ് ഈക്വൽ ടു 6. അപ്പൊ സൈഡ് ഈക്വൽ ടു എത്രടി? 6/√3. ഒന്നുകൂടി മാറ്റി, 6 into 1/√3. അപ്പൊ 1/√a എന്ന് പറഞ്ഞാൽ അല്ലെ, √a ഡിവൈഡഡ് ബൈ a ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റാ? 6 into √3/3. 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 2√3. അത്രയുമാണ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടി? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 2√3 ആണ്. അത് ആരുമായിട്ട് ഈക്വൽ ആണ്? റെഗുലർ ഹെക്സഗന്റെ സൈഡുമായിട്ട് എന്തായി? ഈക്വൽ ആയി. അപ്പൊ താഴെ എന്താണ്? സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു 2√3 സെന്റിമീറ്റർ. അപ്പൊ റെഗുലർ ഹെക്സഗന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈക്വൽ ടു അല്ലെ, സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്രയാണ്? 2√3 സെന്റിമീറ്റർ. നമ്മൾ കാണാൻ പറഞ്ഞ എന്തൊക്കെയാണ്? പെരിമീറ്ററും ഏരിയയാണ്. അപ്പൊ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സൈഡ്സ് ഉണ്ട് നോക്കുക. 1 2 3 4 5 6. അപ്പൊ 6 into സൈഡ് ചെയ്താൽ പെരിമീറ്റർ കിട്ടി. അപ്പൊ പെരിമീറ്റർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈക്വൽ ടു 6 into സൈഡ്. അപ്പൊ 2√3. 6 into 2 that is 12√3 സെന്റിമീറ്റർ ആണ് ആര് വരുന്നത്? റെഗുലർ ഹെക്സഗന്റെ പെരിമീറ്റർ ആയി വന്നു. അടുത്തെന്താണ്? ഏരിയ. ഇപ്പൊ ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയാം. എന്താണ്? 6 into √3/4 into സൈഡ് സ്ക്വയർ. അപ്പൊ ഈക്വൽ ടു 6 into √3/4 സൈഡ് എന്ന് പറഞ്ഞാൽ 2√3 ഹോൾ സ്ക്വയർ അല്ലെ, ഈക്വൽ ടു 6 into √3/4. 2ന്റെ സ്ക്വയർ 4, √3ന്റെ സ്ക്വയർ 3. അപ്പൊ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആയി. 6 into 3 എത്രയാണ്? 18√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്? ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് സൈഡ് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയി മാറി? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയി മാറി. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്തു? ഇതിനെ പേര് കൊടുത്തു ABC. ആ എ നിന്ന് പെർപെൻഡിക്കുലർ ലൈന് D എന്ന് കൊടുത്തു. ഞാൻ ABക്ക് എന്ത് കൊടുത്തു? 6 കൊടുത്തു. ACക്ക് എന്ത് കൊടുത്തു? 6 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും? BC 8 ആയി മാറും. ഈ ABയും ഇവിടെ 6 കൊടുക്കാനുള്ള കാരണം ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി മാറും. എന്ന് പറഞ്ഞാൽ BDയുടെ ലെങ്ത്തും BCയുടെ ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ടോട്ടൽ ലെങ്ത് 8 ആവും. ഇവിടെ എത്ര ആവും? 4 സെന്റിമീറ്റർ ആവും. ഇത് എത്ര ആയിരിക്കും? 4 സെന്റിമീറ്റർ ആവും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൈറ്റ് ആണ്, അഥവാ AD. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അയാൾ മാറ്റി വരച്ചു. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തായിരുന്നു? AC സ്ക്വയർ ഈക്വൽ ടു DC സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. ഇവിടെ AC എന്ന് പറഞ്ഞ 6 ആണ്, DC എന്ന് പറഞ്ഞ 4 ആണ്, AD നമുക്കറിയില്ല. 6 എന്നാണ് 36, 16 പ്ലസ് AD സ്ക്വയർ. അപ്പൊ AD സ്ക്വയർ ഈക്വൽ ടു 36 മൈനസ് 16 ദാറ്റ് ഈസ് 20.
ദാറ്റ് ഈസ് AD ഈക്വൽ ടു √20. നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 20 എങ്ങനെ മാറ്റാം, 4 into 5 ആക്കി മാറ്റാം. അപ്പൊ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, പിന്നെ ബാക്കി ആരേ ഉള്ളൂ 5. അപ്പൊ എന്ത് കിട്ടി, ADയുടെ ലെങ്ത് എത്രയാണ്, 2√5. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2√5 സെന്റിമീറ്റർ ആണ്. അല്ലെ, ഹൈറ്റ് ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 2√5 സെന്റിമീറ്റർ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പൊ ബേസ് ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 8 സെന്റിമീറ്റർ. നമ്മൾ കാണാൻ പറഞ്ഞതാണ് ഏരിയ. അപ്പൊ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 1/2 into ബേസ് into ഹൈറ്റ് ആണ്. അപ്പൊ 1/2 into ബേസ് എന്ന് പറഞ്ഞാൽ 8, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2√5 ഈക്വൽ ടു ഈ 2ഉം എന്തായി, ക്യാൻസൽ ആയി. ബാക്കി ആരേ ഉള്ളൂ 8√5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നത്, ഈ ട്രയാങ്കിളിന്റെ ഏരിയ വന്നു. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. എന്താണ് 6th ക്വസ്റ്റ്യൻ? For each of the set of 3 lengths are given below, calculate the area of the triangle with this length of sides: 4 cm, 5 cm, 7 cm, 4 cm, 13 cm, 15 cm, 5 cm, 12 cm, 13 cm. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 4 cm, 5 cm, 7 cm. ഇവിടെ A 4 cm, B 5 cm, C 7 cm. അപ്പൊ S ഈക്വൽ ടു 1/2 into A plus B plus C. അപ്പൊ 1/2 A 4, B എന്ന് പറഞ്ഞ 5, C എന്ന് പറഞ്ഞ 7 തമ്മിൽ ആഡ് ചെയ്യാം. 1/2 into 16 എത്ര കിട്ടി, 8. ഇനി എന്ത് ചെയ്യാ, ഏരിയന്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C. അപ്പൊ ഇവിടെ S എന്ന് പറഞ്ഞാൽ 8, പിന്നെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 4, B എന്ന് പറഞ്ഞാൽ 5, C എന്ന് പറഞ്ഞാൽ 7 ഈക്വൽ ടു 8 into 8 minus 4, 8 minus 5, 8 minus 7. ഇതിനകത്ത് ആര് കൊടുത്തു, റൂട്ടിനകത്ത് ഈക്വൽ ടു 8. 8 minus 4 എന്ന് പറഞ്ഞാൽ 4, 8 minus 5 എന്ന് പറഞ്ഞാൽ 3, 8 minus 7 എന്ന് പറഞ്ഞാൽ 1. ഈ 8 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 4 into 2, ഇവിടെ 4 ഉണ്ട്, into 3 into 1. നമ്മൾ 2 പേരെ ഒരാളാക്കണം. അപ്പൊ 4ഉം ഇവിടെ ഒരു 4 ഉണ്ട്, അപ്പൊ എത്ര കിട്ടി, 4 ആയി. ബാക്കി ഇനി എന്തേ ഉള്ളൂ, 2 into 3 റൂട്ടിനകത്ത്. 3 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6. അപ്പൊ 4√6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വന്നു, ഏരിയ വന്നത്. ഇവിടെ നോക്കണ്ട, 2 പേരെ ഒരാളാക്കി, ബാക്കി 2ഉം 3നെ പേരെയാക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ എഴുതി 2 into 3 എത്ര കിട്ടി, 6 ആണ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, 4 cm, 13 cm, 15 square centimeter അല്ലെ. അപ്പൊ 15 centimeter. അപ്പൊ ഇവിടെ A 4 എടുത്തു, B 13 എടുത്തു, C എത്ര എടുത്തു, 15 എടുത്തു. അപ്പൊ എന്ത്, S ഈക്വൽ ടു 1/2 into A plus B plus C ആണ്. അപ്പൊ 1/2, A എത്ര 4, B എത്ര 30, C എത്ര 15. ആഡ് ചെയ്യാം. 4 plus 13 plus 15 അല്ലെ, എത്ര കിട്ടി, 28 plus 32. 32 divided by 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ ഏരിയ ഈക്വൽ ടു എന്തായി, റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C ആണ്. ഇവിടെ S എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16, A എന്ന് പറഞ്ഞാൽ 4, B എന്ന് പറഞ്ഞാൽ 13, C എന്ന് പറഞ്ഞാൽ 15 ഈക്വൽ ടു 16 into 16 minus 4, 16 minus 13, 16 minus 15 ആണ്. ഏതിനകത്ത്, റൂട്ടിനകത്ത്. ഈക്വൽ ടു 16 into 16 minus 4 എന്ന് പറയുമ്പോ 12, 16 minus 3 അല്ല 30 എന്ന് പറഞ്ഞാൽ 3, 16 minus 15 എന്ന് പറയുമ്പോ 1 ഈക്വൽ ടു
16 into 12 ഞാൻ 4 into 3 ആക്കി. പിന്നെ വെഗിനിന് ഒരു 3 ഉണ്ട് into 1. നമുക്കറിയാം 16ന്റെ റൂട്ട് 4, 4ന്റെ റൂട്ട് 2 ആണ്. ഈ രണ്ട് 3 ഉണ്ട് ഇവിടെ, അതിനെ ഒറ്റ 3 ആക്കി മാറ്റി. അപ്പൊ 4 into 2 into 3 that is 8 into 3 that is 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് തേർഡ് വൺ, 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ. ഇവിടെ എ ആരാക്കി എടുത്തു? 5 എടുത്തു, ബി 12 എടുത്തു, സി 13 എടുത്തു. അപ്പൊ എസ് ഈക്വൽ ടു 1/2 into എ പ്ലസ് ബി പ്ലസ് സി. 1/2 എ എന്ന് പറഞ്ഞ 5, ബി എന്ന് പറഞ്ഞ 12, സി എന്ന് പറഞ്ഞ 13. അപ്പൊ 1/2 13 പ്ലസ് 12 എത്ര കിട്ടും? 28 പ്ലസ് 25 12 പ്ലസ് 13 എത്ര വരും? 25. 25 പ്ലസ് 5 13 ഈക്വൽ ടു 15 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പൊ എസ് ഈക്വൽ ടു 15, എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 12, സി ഈക്വൽ ടു 13 ഈക്വൽ ടു 15 മൈനസ് 5, 15 മൈനസ് 12, 15 മൈനസ് 13 എന്തെടുത്തു? റൂട്ടിന്റെ അകത്ത് 15 into 13 മൈനസ് 15 മൈനസ് 13 അല്ല, 15 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 10, 15 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 3, 15 മൈനസ് 13 എന്ന് പറഞ്ഞാൽ 2. ഇതിന്റെ റൂട്ടിന്റെ അകത്ത് ഞാൻ 15 എങ്ങനെ മാറ്റി എഴുതി? 3 into 5 ആക്കി. 10 എങ്ങനെ മാറ്റി എഴുതി? 2 into 5. പിന്നെ ആരുണ്ട്? 3 into 2 ഉണ്ട്. ഇവിടെ എത്ര 3 ഉണ്ട്? 1 2. അപ്പൊ ഒരു 3 ആക്കി പുറത്തേക്ക് വന്നു. എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. അപ്പൊ ഒരു 5 പുറത്തേക്ക് വന്നു. എത്ര 2 ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ഒരു 2 പുറത്തേക്ക് വന്നു. അപ്പൊ 5 into 3 50, 50 into 2 എത്ര കിട്ടി? 13 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ വന്നു. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം നമ്മുടെ ചാപ്റ്ററും എന്തായി? കംപ്ലീറ്റ് ആയി.